പിന്നെ ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫോം ഔട്ട് ആകാതെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ നിന്ന് ബാറ്റ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ഒരു സ്ട്രഗ്ലിംഗ് പണിയല്ലേ? കാരണം വെച്ചാൽ അത്ര ടേസ്റ്റ്, ആളുകളുടെ ടേസ്റ്റിനെ എല്ലാ സമയവും സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചില ഷൂട്ടൊക്കെ എങ്ങനെ ഞാൻ മാനേജ് ചെയ്തു തോന്നുമായിരിക്കാം, പക്ഷെ എനിക്കിപ്പോഴും അതൊരു സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഓഫീസിൽ വന്നിട്ടൊരു ഒരു ഫിലിമിൻ്റെ ബോർഡ് എഴുതുക, അല്ലെങ്കിൽ ഞാനൊരു സ്ട്രക്ചർ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് കോൺവെർസേഷനിൽ ഇരുന്നിട്ട് അതിൻ്റെ ഷൂട്ടിന് പോകുന്ന സമയത്തേക്ക് ഇന്നും ഞാൻ എക്സൈറ്റഡ് ആണ്. എനിക്കതൊരു വലിയൊരു പ്രശ്നമാണ്. കാര്യം അതുകൊണ്ടാണ് രാവിലെ എണീക്കുന്നതും നമ്മളൊരു പുതിയ എന്തോ ഒരു കാര്യം. ഇപ്പൊ ഞാൻ ചെയ്തൊരു ക്യാമ്പയിൻ, എനിക്ക് അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, ഫസ്റ്റ് വീക്കിൽ ഇറങ്ങും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് അത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതേ പാറ്റേണിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്നുകൂടിയാണ്, വളരെ ക്വിക്കായിട്ട് നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് പോകാം. ഷാരൂഖിന്റെ ദുബൈ ആഡ് വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിന് അതൊരു വളരെ ഡിഫറെന്റ് ആയ തോട്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുപോയി ഉപയോഗിക്കുക, യൂസ് ചെയ്യുക, അത് അദ്ദേഹത്തിന് തന്നെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടൊരാളെ വിടുന്ന സമയത്ത് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ഒരു പ്ലെയിനിൻ്റെ അകത്ത് ആ ചൂടത്തിരിക്കുക. കാര്യം അദ്ദേഹം നേരത്തെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ അറിയും. ആ സമയത്തൊക്കെ കോപ്പറേറ്റ് ചെയ്ത് ഭയങ്കര സുഖമാണ്. ഈ പറയുന്ന അദ്ദേഹമാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മതിയാവില്ല. കാര്യം ഒരു ഫിലിം മേക്കറിന് വേണ്ടത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഫിലിം മേക്കർ ഇരുന്നാൽ നമുക്ക് ശരിക്കും മോൾഡ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ സ്പേസ് ഉണ്ടാക്കാം. അതാണ് ഒരു ആക്ടർ ഫിലിം മേക്കർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഉള്ളവരൊക്കെ അവരിന്നും പല തലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഡെഡിക്കേഷനും അവരുടെ ബിഹേവിയർ പാറ്റേണും ആബ്സല്യൂട്ട്ലി ജെംസ് ആണ് ഇവരൊക്കെ.